ഒന്ന് താട്ടിറങ്ങി വാ 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 ഇവിടെ നോക്കണേ, ഇവിടെ എല്ലാവരും ഇവിടെ നോക്കണേ. ഫോണൊന്ന് മാറ്റോ. ഒറ്റത്തൊരാളുണ്ട് അവിടെ തന്നെ പ്ലീസ് പ്ലീസ് പ്ലീസ്. ഗോകുലേ അതെ, അതിൽ പിന്നെയും പോളിഷ് ചെയ്ത് അതിനെ കൂടുതൽ നല്ല സ്ക്രിപ്റ്റാക്കി കൂടുതൽ നല്ല സിനിമയ്ക്കുള്ള സാധ്യത ഉണ്ടാക്കിയതിൽ നന്ദി. പിന്നെ തീർച്ചയായിട്ടും നൗഫലും ബ്രിജേഷും തൻസീലും ഒക്കെ എനിക്ക് കുറേ കാര്യങ്ങളായിട്ട് അറിയാവുന്നതാണ്. ഞങ്ങൾ ഇതിനു മുമ്പും ഒരുമിച്ച് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് തീവണ്ടി ആണെങ്കിലും ഗോവയാണെങ്കിലും മെക്സിക്കൻ വാർത്തയൊക്കെയാണെങ്കിലും ഇവരാണ് അത് UAE-ലും ഒക്കെ GCC കൺട്രീസിലും ഒക്കെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്തിരുന്നത്. അതിനുശേഷം ഞങ്ങളിപ്പോൾ റൂറൽ തോമസ് പ്രൊഡക്ഷൻസും വേൾഡ് പാർട്ണർഷിപ്പിലാണ് മരണവാസം എന്ന സിനിമ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വീണ്ടും ഞങ്ങൾ ഒരുമിച്ച് ഒരു അസോസിയേഷൻ. അപ്പോൾ ഈ സിനിമയുടെ സ്ക്രിപ്റ്റും എല്ലാം വായിച്ച് ഈ സിനിമയുടെ ഗിജയുടെയും ഒക്കെ വിഷൻ മനസ്സിലാക്കി ഈ സിനിമയുടെ കൂടെ നിൽക്കുന്ന പ്രൊഡ്യൂസർമാർക്ക് തീർച്ചയായിട്ടും ഭയങ്കര നന്ദി. ഗംഭീരമായിട്ടുള്ള ഒരു സിനിമ ഉണ്ടാക്കാൻ നമുക്ക് എല്ലാവർക്കും പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. പിന്നെ ഇതുപോലെ ഞാൻ വർഷങ്ങളോളം കാത്തിരുന്ന് ചെയ്തിട്ടുള്ള സിനിമകൾ ഒന്ന് രണ്ടെണ്ണം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഏറവും പിന്നെ തല്ലുമാല് തീവണ്ടി പോലുള്ള സിനിമകളാണ് നമ്മൾ കമ്മിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് അതൊക്കെ ചെയ്യാൻ പറ്റിയിരുന്നുണ്ടെങ്കിലും ചെയ്തപ്പോൾ ഏറ്റവും നന്നായിട്ട് തന്നെ അത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതൊക്കെയാണ് ഈ സിനിമയിലും എനിക്കുള്ള കോൺഫിഡൻസ്. അന്ന് ഞങ്ങൾ ആദ്യം കണ്ട 2018 ഡിജോവും കൂടുതൽ എക്സ്പീരിയൻസ്ഡ് ആണ്. ഇപ്പോൾ ഞാൻ കൂടുതൽ എക്സ്പീരിയൻസ്ഡ് ആണ്. നമ്മൾ എക്സ്പീരിയൻസസിൽ നിന്ന് കൂടുതൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയം കൊണ്ട് ഇതിന് ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ക്രൂവും സെറ്റായിട്ട് വന്നിട്ടുണ്ട്. മ്യൂസിക് ചെയ്യുന്ന ജയ്സായിട്ടാണെങ്കിലും എഡിറ്റ് ചെയ്യുന്ന ശ്രീജിത്താണെങ്കിലും ദിവാകർ മണി സിനിമാറ്റോഗ്രഫി ആണെങ്കിലും ദിലീപ് നാഥ് അദ്ദേഹമാണ് ഡയറക്ഷൻ ചെയ്യുന്നത്. ഇതുപോലെ എല്ലാ മേഖലയിലും ഏറ്റവും നല്ല ഒരു ടെക്നീഷ്യൻസിനെയും ഒക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്.